ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു അടിപൊളി സാധനം ഉണ്ടാക്കിയാലോ. അതിനായിട്ട് കാർഡ്ബോർഡ് എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് കാലമായിട്ട് വിചാരിക്കുന്നു, കുറേ പേര് അത് ക്രോഷറ്റ് വെച്ചൊക്കെ ഉണ്ടാക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് നമ്മുടെ കയ്യിലുള്ള സാധനം വെച്ച് ഉണ്ടാക്കാമെന്ന്. അതിന് വേണ്ടിയിട്ട് കാർഡ്ബോർഡ് എടുത്ത് ഇതേപോലെ ഇതളിൻ്റെ ഷേപ്പിൽ വെട്ടിയെടുക്കുന്നുണ്ട്. ഞാൻ 8 വെട്ടിയെടുത്തു. ഞാൻ വിചാരിച്ചു അതേപോലത്തെ 2 ഉണ്ടാക്കാമെന്ന്. പക്ഷേ കുറേ സമയം വേണ്ടതുകൊണ്ട് ഞാൻ ഈ വീഡിയോയിൽ ഒന്നേ ഉണ്ടാക്കുന്നുള്ളൂ. പിന്നെ ഒരു പേപ്പർ എടുക്കുക, പേപ്പർ എടുത്തിട്ട് അതിന് 2 വെട്ടുക. എന്നിട്ട് നമ്മൾ ഇതേപോലെ വേറൊരു നൈസ് പേപ്പർ എടുത്ത് അതിന് ഇതേപോലെ ചുറ്റി 2 ബോളാക്കുക. നേരത്തെ വെട്ടി ഒരു പേപ്പർ എടുക്കുക, എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ വെക്കുക. മടക്കിയ പേപ്പർ ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഇതേപോലെ വെച്ചിട്ടൊന്ന് നമ്മൾ എന്ത് ചെയ്യുക, ഉള്ളിലേക്ക് വെച്ച് മടക്കി കൊടുക്കുക. അപ്പോൾ ഇതേപോലെ ഷേപ്പായി കിട്ടും. എന്നിട്ട് ഇത് നല്ലപോലെ ഞെക്കി ഷേപ്പാക്കി കൊടുക്കുക. അപ്പോൾ ഇതേപോലെ കിട്ടണം നമുക്ക് 2 റോള് പോലെ. ഇനി നമുക്ക് ത്രെഡാണ് വേണ്ടത്. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ മേപ്പോട്ട് ഇതേപോലെ ത്രെഡ് ചുറ്റി കൊടുക്കുക. ഇതേപോലെ ബ്ലൂ ത്രെഡ് നന്നായിട്ട് ചുറ്റി കൊടുക്കുക. അപ്പോൾ ഇതേപോലെ കിട്ടണം. ഇതേപോലെ തന്നെ ഞാൻ യെല്ലോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ബ്ലൂ യെല്ലോ ഉണ്ടാക്കി. ഞാൻ വെച്ച് 2 ഉണ്ടാക്കാൻ പറ്റി. യെല്ലോ അല്ല, ഗ്രീന് 2 കളേഴ്സാണ് ഉണ്ടാക്കിയത്. ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്തെടുത്തിട്ടുള്ള പെറ്റലിലേക്ക് നമ്മൾ കൈമേലുള്ള കമ്പിയില്ലേ, കെട്ട് കമ്പി, അത് ഇതേപോലെ കട്ട് ചെയ്തിട്ട് നമ്മൾ ആദ്യം ഒരു ടാപ്പ് വെച്ച് ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ബ്ലൂ കളറ് ഇതേപോലെ തന്നെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. 5 ഇതളിൻ്റെ മുകളിലാണ് ഇതേപോലെ നമ്മൾ ആ ഒരു ത്രെഡ് ചുറ്റി കൊടുക്കുന്നത്. ഫുള്ളായിട്ടൊന്ന് ചുറ്റി കൊടുത്താൽ മതി. ഞാൻ ആ ഗ്രീനിൻ്റെ മുകളിൽ ഇതളായിട്ട് ബ്ലൂ ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ എല്ലാം ഒരേ കളറല്ല, വ്യത്യസ്ത കളറായിട്ടാണ് ചെയ്തത്. അങ്ങനെ 5 ഇതേപോലെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ആ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ റൗണ്ടിലേക്ക് ഇതൊന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഗുഡ് ബൈ.